ഗൈസ്, ഇപ്പോൾ ഞങ്ങളിത് ഒരു സിനിമയ്ക്ക് പോവാണ്. അപ്പോൾ ഒരു സിനിമയ്ക്ക് പോകുന്നതിന് എന്താ എത്ര പ്രത്യേകത എന്ന് ആലോചിക്കും. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്ന സിനിമ ആടുജീവിതത്തിനാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഞാനും ഹരീഷ്മയും കല്യാണത്തിന് ശേഷം അതിന് മുമ്പും ആദ്യമായിട്ടാണ് ഒരു സിനിമയ്ക്ക് ഫസ്റ്റ് ഷോയ്ക്ക് ഫസ്റ്റ് ദിവസം തന്നെ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഷോ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അത് ഫസ്റ്റ് ദിവസമൊന്നുമല്ല, സെക്കൻഡ് ഷോയ്ക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടുത്തെ തിയേറ്ററിൽ 11 മണിക്കാണ് ഫസ്റ്റ് ഷോ കാണിച്ചത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ബുക്ക് ചെയ്തത്. മേ ബി ചിലപ്പോൾ വെളിയിലൊക്കെ 8 മണിക്കൊക്കെ ഫസ്റ്റ് ഷോ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിനിമ കാഴ്ചയാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. അപ്പോൾ നമുക്ക് തിയേറ്ററിലോട്ട് പോകാം, സിനിമ കണ്ടിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ സിനിമയ്ക്ക് പോയിട്ട് വന്നു. അയ്യോ, അങ്ങനെയുണ്ട് സിനിമ പോയിട്ട് വന്നിട്ട് നല്ല ചൂട്. അതെ, ഇവിടെ വന്നിട്ട് നല്ല ചൂട്. 2 മണിക്കൂർ AC ഇരിക്കാൻ പറ്റി. പക്ഷേ 3 മണിക്കൂർ അടുത്ത് ഏകദേശം സിനിമയുണ്ട്. 2:50 ആണെന്ന് തോന്നുന്നു. പക്ഷേ സിനിമ കഥയല്ല, അതായത് ഒരാളുടെ ജീവിതത്തിൽ നടന്ന സംഭവമാണല്ലോ. അപ്പം അത് നമ്മൾ ഇരുന്ന് ഇങ്ങനെ തരിച്ചിങ്ങനെ ഇരുന്നു. എന്നാ സംഭവം എന്തായാലും അത് സിനിമ ചെയ്തിരിക്കുന്ന അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഇത് റിവ്യൂ ആയിട്ടൊന്നും അല്ല പറയുന്നത്. ജസ്റ്റ് ഞങ്ങൾ ആദ്യമായിട്ടൊരു സിനിമയ്ക്ക് കുറെ നല്ല ആൾക്കാരുണ്ടായിരുന്നല്ലേ, ഇത്രയും ആൾക്കാരെ ഉള്ള ഒരു സിനിമയ്ക്ക് പോകുന്നത് ആദ്യമായിട്ടാന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ അങ്ങനെ ഒരു സിനിമ എല്ലാ സിനിമ അങ്ങനെ ഫസ്റ്റ് ഡേ പോയി കാണുന്ന ഒരു ഇതില്ല നമുക്ക്, പണ്ടും ഇല്ല ഇപ്പോഴും ഇല്ല. പക്ഷെ ഇങ്ങനെ ഇതൊരു ഒരാളുടെ ലൈഫിൽ നടന്ന സ്റ്റോറി ആയെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ കാണാനൊരു കൗതുകം തോന്നിപ്പോയതാണ്. എന്തായാലും പുള്ളി അനുഭവിച്ചത് ആ 3 മണിക്കൂർ നമ്മൾ ലാഗ് തോന്നും, പക്ഷെ സിനിമയല്ലല്ലോ, ഇതൊരു ജീവിത സ്റ്റോറിയല്ലേ. അപ്പം അയാൾ ആ ഇത്ര വർഷങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാട് എന്തായാലും കൃത്യമായിട്ട് അതിൽ സെറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നമ്മളത് ഇങ്ങനെ ഇരുന്ന് ഇരിക്കും. ഫസ്റ്റ് ഹാഫിൽ പിന്നെ നാട്ടിൻപുറത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കാണിക്കുന്നതുകൊണ്ട് നമുക്കൊരു ഇത് തോന്നുന്നില്ല. പക്ഷെ സെക്കൻഡ് ഹാഫ് പുള്ളിയുടെ നാട്ടകം പോലെയുള്ള ഒരു സെറ്റപ്പാണ്. അതായത് അങ്ങനെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സംഭവം കൊള്ളാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. സിനിമ അല്ല, പുള്ളിയുടെ ജീവിതത്തിൽ നടന്ന സംഭവം കൊള്ളാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും സിനിമ കൊള്ളായിരുന്നു. സിനിമയായിട്ട് മേക്കിങ്ങും അതിൻ്റെ സംഭവവും പുള്ളിയുടെ അഭിനയവും പുള്ളിയുടെ കഷ്ടപ്പെട്ട് പൃഥ്വിരാജിൻ്റെ ബോഡി സെറ്റപ്പൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നല്ലവണ്ണം സ്ലിമ്മായിട്ട് നമുക്ക് നമ്മൾ തന്നെ വേണ്ട പ്രതീക്ഷിക്കാൻ പറ്റില്ല പുള്ളി ഇങ്ങനെയാണ് മേക്ക് ഓവർ ചെയ്തേക്കുന്നത്, നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ തന്നെ ഉണ്ടത് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടല്ലോ, അതിനേക്കാൾ അപ്പുറത്ത് പുള്ളി മെലിഞ്ഞ് ഒട്ടി നല്ലവണ്ണം ചുട്ടിയിരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും മൂവി അടിപൊളിയായിട്ടുണ്ട്. പുള്ളി അനുഭവിച്ചത് ഓരോരുത്തരുടെ ലൈഫിൽ ഓരോരുത്തർ അനുഭവിക്കുന്ന തന്നെയാണ്, പലരുടെയും ജീവിതത്തിൽ പലതാണല്ലോ അനുഭവിക്കുന്നത്. അപ്പോൾ എന്തായാലും പുള്ളി അവിടെ നിന്ന് എന്തായാലും രക്ഷപ്പെട്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടൊരു സിനിമയും കണ്ട്, പക്ഷെ ആദ്യമായിട്ടല്ല, ഇങ്ങനെ ഫസ്റ്റ് ദിവസം പോയൊരു സിനിമയും കണ്ട്. അപ്പോൾ എന്തായാലും കൊള്ളായിരുന്നു, സംഭവം അടിപൊളിയായിരുന്നു. കുറേ പേരുണ്ടായിരുന്നു. എന്നാണ് സിനിമ വിജയത്തിലോട്ട് എത്തട്ടെ, പുള്ളി ഹാപ്പി ആയിരിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.